കേരളത്തിലെ കർഷകർക്ക് രണ്ട് സാമ്പത്തിക സഹായങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്തിച്ചേരുവാൻ പോകുന്നത്. അതിലൊന്ന് രാജ്യത്തെ 9 കോടിയോളം വരുന്ന കർഷകർ, അതിൽ തന്നെ 25 ലക്ഷത്തോളം വരുന്ന കേരളീയരായ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 16ാമത്തെ ഗഡുവിന്റെ വിതരണം നടത്തുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. വിതരണ തീയതിയും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിലെ കർഷകർക്ക് ലഭിക്കുന്ന രണ്ട് സാമ്പത്തിക ആനുകൂല്യങ്ങളുടെയും വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി കേരള ഡേയ്സ് മീഡിയ എന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ 4 മാസങ്ങളിലെ ഗഡുത്തുകയായ 2000 രൂപയുടെ വിതരണമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനം വിതരണം ചെയ്ത 2 ഗഡുക്കളും അവസാന മാസമായിരുന്നുവെങ്കിൽ 16ാമത്തെ ഗഡു വിതരണം മാർച്ച് മാസത്തിൽ അല്ല, ഫെബ്രുവരി മാസത്തിൽ തന്നെയാണ് എന്നതാണ് പ്രത്യേകത. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് തൊട്ടു മുൻപായി പ്രഖ്യാപിച്ച PM കിസാൻ പദ്ധതി 5ാം വാർഷികം പൂർത്തിയാക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുൻപേ 16ാമത്തെ ഗഡുവിന്റെ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. PM കിസാൻ സമ്മാൻ നിധിയുടെ 16ാം ഗഡു ഫെബ്രുവരി 28ാം തീയതി ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിതരണ സമയം ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 27-നായിരുന്നു വിതരണം. ഫെബ്രുവരി 21 വരെയായിരുന്നു ഇലക്ട്രോണിക്സ് KYC, ലാൻഡ് സീഡിംഗ്, അതുപോലെ ബാങ്ക് അക്കൗണ്ടിൽ പിഴ ഉള്ളവർക്ക് പോസ്റ്റ് ഓഫീസിലെ അക്കൗണ്ട് തുറക്കൽ എന്നിവയ്ക്കൊക്കെയായി കേന്ദ്ര സർക്കാർ സമയം അനുവദിച്ചിരുന്നത്. ഇതിനെല്ലാം വേണ്ടി രാജ്യമെമ്പാടും പ്രത്യേക ക്യാമ്പുകളും നടത്തിയിരുന്നു. ഇതെല്ലാം അവസാനിക്കുകയും PM കിസാൻ പോർട്ടൽ അപ്ഡേറ്റ് ആകുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 21-ന് ഉള്ളിൽ പിഴവുകൾ പരിഹരിച്ചവർക്കെല്ലാം 16ാമത്തെ ഗഡുവായ 2000 രൂപ എത്തും. അതുപോലെ മുൻഗഡുക്കൾ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് മുടങ്ങിയവർക്ക് ആ മുടങ്ങിയ ഗഡുത്തുകൾ കൂടി 16ാമത്തെ ഗഡുവിനൊപ്പം ലഭിക്കും. അങ്ങനെയുള്ളവർക്ക് 4000 അല്ലെങ്കിൽ 6000 രൂപ അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതാണ്. 15 ഗഡുക്കളും ലഭിച്ചവർക്ക് ഒന്നും ചെയ്യേണ്ടതില്ല. അവർക്ക് 16ാമത്തെ ഗഡു തുകയായ 2000 രൂപ കൃത്യമായി തന്നെ അക്കൗണ്ടുകളിൽ എത്തും. PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താവിന്റെ ആധാറുമായി ലിങ്ക് ചെയ്ത അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുക. അതിനാൽ കഴിഞ്ഞ തവണ തുക വന്ന അക്കൗണ്ടിൽ പണം എത്തിയില്ലെങ്കിൽ മറ്റ് SB അക്കൗണ്ടുകളും പരിശോധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായി ആധാർ അപ്ഡേറ്റ് ചെയ്ത അക്കൗണ്ടുകളിലായിരിക്കും തുക എത്തുവാൻ സാധ്യത ഏറെ. ലോകത്തെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഒറ്റ ക്ലിക്കിലൂടെ എല്ലാ അക്കൗണ്ടുകളിലേക്കും 28ാം തീയതി തന്നെ തുക വിതരണം തുടങ്ങും എന്ന സന്തോഷ വാർത്ത മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. രണ്ടാമത്തെ അറിയിപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കെ റബ്ബർ മേഖലയിലെ സഹായം 23% കേന്ദ്ര സർക്കാർ ഉയർത്തിയിരിക്കുകയാണ്. റബ്ബർ സബ്സിഡി നിരക്ക് 25,000 രൂപ ആയിരുന്നത് 40,000 രൂപയാക്കി ഉയർത്തി. ഹെക്ടറിന് 50,000 രൂപയുടെ നടീൽ വസ്തുക്കളും റബ്ബർ ബോർഡ് നൽകും. പാരമ്പര്യേതര പ്രദേശങ്ങളിലെ പട്ടികജാതി കർഷകർക്ക് ഹെക്ടറിന് 2 ലക്ഷം രൂപ നിരക്കിലും നടീൽ സഹായം ലഭ്യമാക്കും. നിലവാരമുള്ള നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുവാൻ പാരമ്പര്യേതര മേഖലകളിലെ റബ്ബർ ബോർഡ് നഴ്സറികളിൽ പ്രോത്സാഹിപ്പിക്കും. ഓരോ നഴ്സറികൾക്കും 2.5 ലക്ഷം രൂപ വീതം സഹായം നൽകും. വളരെ പ്രധാനപ്പെട്ട 2 ഇൻഫർമേഷൻസ് ആണ് കേരള ഡേയ്സ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ കേരള ഡേയ്സ് മീഡിയ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.